ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ വളരെ ലളിതമായ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ കഥ കേട്ടാലോ. ഒരു ഗ്രാമത്തിൽ കൃഷ്ണനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു സാധു കർഷകനുണ്ടായിരുന്നു. പട്ടിണിയിലും കഷ്ടപ്പാടിലും ആണെങ്കിൽ പോലും കൃഷ്ണനെ എന്നും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹം. ഒരിക്കൽ കൃഷ്ണൻ ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ കർഷകൻ്റെ അടുത്തെത്തി. ക്ഷീണിതനായിരുന്ന ആ വൃദ്ധന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കഞ്ഞി പങ്കുവച്ചു. പകരം ആ വൃദ്ധൻ ഒരു സാധാരണ കല്ല് സമ്മാനമായി കൊടുത്തിട്ട് കർഷകനോട് പറഞ്ഞു, ഇത് നിനക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ യാത്രയായി. കർഷകൻ അത് വലിയ കാര്യമാക്കാതെ ആ കല്ലെടുത്തിട്ട് വീടിൻ്റെ ഒരു ചെറിയ മൂലയിൽ കൊണ്ടുവച്ചു. പിന്നീട് അത് പണയം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യാപാരിയുടെ അടുത്ത് കൊണ്ടുപോയി. അത് കണ്ടതും വ്യാപാരി ആകെ അമ്പരന്ന് പോയി. ആള് പറഞ്ഞു, ഇത് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നമാണ് എന്ന് പറഞ്ഞു. താൻ നൽകിയ ഒരു പിടി സ്നേഹത്തിന് തനിക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമാണ് കൃഷ്ണൻ തന്ന രത്നം എന്ന് ആ കർഷകൻ തിരിച്ചറിഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്: നമ്മൾ കൊടുക്കുന്ന വലിയ ഭൗതികമായ വസ്തുക്കളെയല്ല ഭഗവാൻ നോക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിലെ നിഷ്കളങ്കമായ സ്നേഹത്തെയാണ്. നമ്മൾ ഒരു പിടി സ്നേഹം ഭഗവാൻ അർപ്പിച്ചാൽ അവൻ 1000 വഴികളുമായിട്ടായിരിക്കാം നമ്മുടെ മുന്നിൽ വരുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഭക്തിയും സ്നേഹവും ഉണ്ടെങ്കിൽ കൃഷ്ണൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായ കൃഷ്ണൻ്റെ ലീലകളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ കഥകൾ എല്ലാവരും നമ്മൾ കാണുമ്പോൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നുള്ള എന്താണ് ആ കഥയിൽ നിന്നുള്ള സാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഓരോരുത്തർക്കും കഴിയുള്ളൂ. നമ്മുടെ മുന്നിൽ വരുമ്പോൾ ജസ്റ്റ് നമ്മളത് കണ്ടു തീരും മുന്നേ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇമോജി ഇട്ടിട്ട് പോയാൽ നമുക്ക് ആ കഥയെക്കുറിച്ച് ഒരു വിവരണവും നമുക്ക് ലഭിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി കാണാൻ ശ്രമിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. അതുകൂടാതെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ എനിക്കും അത് വളരെ ഉപകാരമാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വീണ്ടും പുതിയൊരു കഥയുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും വളരെയധികം നന്ദി. ഒരുപാട് ഇപ്പോൾ പല വീഡിയോകളും ഞാൻ കാണുന്നതാണ്. വളരെ സപ്പോർട്ടീവായി നിങ്ങളുടെ സ്നേഹവും അതേപോലെ തന്നെ ഒരുപാട് ഷെയറുകളും ലൈക്കും ഒന്നും പറയേണ്ട അത്രയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൽ നമ്മളെ ഈ കുടുംബത്തിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ ഇതിലൂടെ തന്നെ ഒരു നന്ദി വാക്ക് പറയുന്നു, ഹൃദയത്തിൽ നിന്നുള്ള നന്ദി വാക്ക് പറയുന്നു. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, സ്നേഹത്തോടെ നന്ദി.